സാൻഡൽവുഡ് വീരപ്പനും ഫീസ്റ്റ് തങ്കപ്പന്മാരും ഈ പ്രത്യേകതയുള്ള വിഷയത്തിലേക്ക് ഏവർക്കും ഹൃദയംഗമമായ സ്വാഗതം. നമസ്കാരം. വളരെ പ്രസിദ്ധനായിരുന്ന രണ്ട് സംസ്ഥാനങ്ങളുടെ തലവേദനയായി അധിക നാൾ വാണ ഒരു കലാകാരനായിരുന്നു സാൻഡൽവുഡ് തീഫ് എന്ന പേരിൽ സുപ്രസിദ്ധനായ അല്ലെങ്കിൽ കുപ്രസിദ്ധനായ വീരപ്പൻ. വീരപ്പനെ പറ്റി പല കഥകളും വീരസാഹസിക ഗാഥകളും നമ്മുടെ ഇടയിൽ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. വീരപ്പനെ ഓർക്കുമ്പോൾ ചന്ദനത്തിൻ്റെ കെയർ ഓഫിലാണ് നാം വീരപ്പനെ ഓർക്കുന്നത്. അതുകൊണ്ട് ചന്ദനമോഷ്ടാവായ സാൻഡൽവുഡ് സ്മഗ്ലറായ വീരപ്പൻ എന്നാണ് നാം അദ്ദേഹത്തെ ബഹുമാന പുരസ്സരം വലിയ മതിപ്പോടെ പരാമർശിക്കുന്നത്. അങ്ങനെയുള്ള സാൻഡൽവുഡ് വീരപ്പനും കേരളത്തിൽ കൊടികുത്തി വാഴുന്ന സുവിശേഷ തൊഴിലാളികളും തമ്മിലുള്ള സാമ്യം എന്താണ്? അല്ലെങ്കിൽ ഫീസ്റ്റ് തങ്കപ്പന്മാർ, ഞാൻ ഈ ഫീസ്റ്റ് തങ്കപ്പന്മാർ എന്ന ഒരു പ്രയോഗം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഹെവൻലി ഫീസ്റ്റിലെ തങ്കുവിനെ മാത്രമല്ല, തങ്കപ്പന്മാർ എന്ന് പറയുമ്പോൾ അതിലെല്ലാവരും ഉൾപ്പെടും. അല്ല, ഒരാളെ മാത്രമാണ് ഉദ്ദേശിച്ച് ഞാനിത് പറയുന്നത് എന്നാരെങ്കിലും വിചാരിച്ചാൽ അതിൻ്റെ ഉത്തരവാദിത്വം അദ്ദേഹത്തിന് മാത്രമായിരിക്കും. ഞാൻ വളരെ വ്യക്തമായി പറയുന്നു, ഇത് ഹെവൻലി ഫീസ്റ്റ് തങ്കുവിനെ ഉദ്ദേശിച്ചുകൊണ്ട് പറയുന്നതല്ല. എന്നാൽ അദ്ദേഹവും ഞാൻ പറയുന്ന ബ്രാക്കറ്റിൽ ഉൾപ്പെടുമെന്ന് അദ്ദേഹത്തിന് തോന്നിയാൽ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടത് അതിൻ്റെ ചുമതല അദ്ദേഹത്തിന് മാത്രമായിരിക്കും. സുവിശേഷം കൊണ്ട് ആരൊക്കെ മുതലെടുക്കുന്നുവോ, എപ്രകാരം വീരപ്പൻ കാട്ടിൽ നിന്ന് ചന്ദനത്തടി മോഷ്ടിച്ച് അതുകൊണ്ട് വലിയ കൊളലാഭം ഉണ്ടാക്കിയോ, വലിയ മുതലുണ്ടാക്കിയോ, കോടിക്കണക്കിന് ആസ്തി ഉണ്ടാക്കിയോ, അതുപോലെ തലചായ്പാൻ ഇടമില്ല എന്ന അവസ്ഥയിൽ മനുഷ്യരാശിയുടെ നന്മയ്ക്ക് വേണ്ടി എല്ലാം മറന്ന് ശുശ്രൂഷ ചെയ്ത യേശുവിൻ്റെ പേര്, നല്ല ഇടയനായ യേശുവിൻ്റെ പേര് ഇപ്രകാരം കൊളലാഭം ഉണ്ടാക്കുകയും ജനങ്ങളെ അതിരില്ലാതെ വഞ്ചിക്കുകയും ലജ്ജയില്ലാതെ യേശുവിൻ്റെ പേരിൽ ഇതൊക്കെ നടത്തുകയും ചെയ്യുന്ന എല്ലാവരെയും ഉൾപ്പെടുത്തിയാണ് ഈ ഫീസ്റ്റ് തങ്കപ്പന്മാർ എന്ന പദം ഞാൻ പ്രയോഗിക്കുന്നത്. ഫീസ്റ്റ് എന്താണ്, തങ്കപ്പന്മാരെന്നോട് ചോദിക്കരുത്, അത് കേരളത്തിൽ അങ്ങനെയാണ്, നിങ്ങൾക്കറിയാം. അപ്പോൾ ഫീസ്റ്റ് തങ്കപ്പന്മാർ എന്താണ് ഇവർ തമ്മിലുള്ള സാമ്യം? അത് വളരെ ലളിതമാണ്. ഞാൻ പെട്ടെന്ന് അവതരിപ്പിച്ച ഹ്രസ്വമായ ഒരു വീഡിയോ മാത്രമാണ് ഉദ്ദേശിക്കുന്നത്. വീരപ്പന് വളരെ താല്പര്യമുള്ളൊരു കാര്യമാണ് ചന്ദനത്തടി, സാൻഡൽവുഡ്. അതെവിടെ കണ്ടാലും അദ്ദേഹം മോഹിക്കും, മോഹിച്ചാൽ അവിടെ പോയിരിക്കും, അവിടെ പോയാൽ വെട്ടിയിരിക്കും, വെട്ടിയാൽ അത് കടത്തിയിരിക്കും. അതിൻ്റെ കാരണം മറ്റൊന്നുമല്ല, അതുകൊണ്ട് വലിയ വലിയ വരുമാനമുണ്ട്. അതുകൊണ്ട് എവിടെ ചന്ദനമുണ്ടോ അവിടെയൊക്കെ വളരെ താല്പര്യത്തോടെ, പ്രത്യാശയോടെ, അതീവ പ്രതിഷ്ഠയോടെ കടന്നു ചെന്ന് സർവശക്തിയും ഉപയോഗിച്ച് സർവശ്രദ്ധയും കേന്ദ്രീകരിച്ച് ലോകത്തിൽ മറ്റെല്ലാത്തിനെയും മറന്ന് അതിൽ മാത്രം ശ്രദ്ധീകരിച്ച് ഇപ്രകാരം ചന്ദനത്തടി കൈക്കലാക്കുന്ന ഈ വീരപ്പന് വാസ്തവത്തിൽ ചന്ദനം എന്താണെന്നോ, ചന്ദനത്തിൻ്റെ ഗുണമെന്താണെന്നോ അദ്ദേഹത്തിന് വലിയ അറിവുമില്ല, അതിൽ താല്പര്യവുമില്ല. നമുക്കറിയാം, ചന്ദനം പലപ്പോഴും ഹിന്ദുക്കളുടെ ആചാരക്രമത്തിൽ ആരാധനയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്നൊരു കാര്യമാണ്. ചന്ദനം കൊണ്ട് നെറ്റിയിലൊക്കെ വരച്ചിട്ട് ആരാധിച്ചാൽ പ്രത്യേകമായൊരു ഗുമുണ്ടെന്ന് ഹിന്ദുക്കൾ വിചാരിക്കുന്നു. അവരുടെ വിചാരത്തെ വിമർശിക്കാൻ ഞാൻ ആളല്ല. ഉള്ളതുകൊണ്ട് പല ആളുകളും, ബഹുഭൂരിപക്ഷം ആളുകളും
ചന്ദനത്തെ ആരാധനയോടുള്ള ബന്ധത്തിലാണ് മനസ്സിലാക്കുന്നത്, വിലയിരുത്തി. അപ്പം ചന്ദനവും ആത്മീയതയുമായിട്ടൊരു ബന്ധമുണ്ട്. ഇപ്പോൾ തന്നെ ഒരു രാജാവ് മരിച്ചാൽ ചന്ദനത്തടിയുടെ ചിതയിൽ വെച്ചാണ് അദ്ദേഹത്തെ ദഹിപ്പിക്കുന്നത്. അതുപോലെ വലിയ വലിയ മത നേതാക്കന്മാരാണെങ്കിലും അതിനുള്ള തക്കതായ സാഹചര്യമുണ്ടെങ്കിൽ സാധാരണ ആളുകളെ സാധാരണ തടി കൊണ്ടുള്ള ചിതയിൽ വെക്കുമ്പോൾ വലിയ വലിയ ആളുകളെ ചന്ദനം കൊണ്ടുള്ള തീയിൽ വെച്ച് അവരെ ഇല്ലാതാക്കുന്നു. അപ്പോൾ എങ്ങനെ നോക്കിയാലും ചന്ദനത്തിന് വലിയ പ്രത്യേകതകളുണ്ട്, അതിന് ഔഷധ ഗുണമുണ്ട്, അതിന് ആരാധനാപരമായ പ്രസക്തിയുണ്ട്, അതിനൊരു മാന്യതയുണ്ട്, ഒരു സ്വീകാര്യതയുണ്ട്, അതുകൊണ്ട് അതിന് വലിയ വിലയുണ്ട്. അപ്പോൾ ഇതിൻ്റെ കമ്പോള സംബന്ധമായ പ്രത്യേകതകൾക്ക് മാത്രമേ വീരപ്പൻ വില കൽപ്പിക്കുന്നുള്ളൂ. അദ്ദേഹം ചന്ദനത്തടി മോഷ്ടിക്കുന്നത് ആ ചന്ദനത്തടിയെ വെച്ച് ആരാധിക്കാനോ, ചന്ദനത്തിൻ്റെ മണം കേട്ടിരുന്ന് രസിക്കാനോ, ചന്ദനത്തിൻ്റെ ഗുണമേന്മകളെപ്പറ്റി കവിത എഴുതുവാനോ, അല്ലെങ്കിൽ ചന്ദനം അരച്ച് നെറ്റിയിൽ പുരട്ടി ആരാധിക്കാനോ ഒന്നുമല്ല. അദ്ദേഹത്തിന് ചന്ദനത്തടി വേണം, അത് വിൽക്കാനാണ്. വിറ്റാൽ വലിയ ലാഭം കിട്ടും. കിട്ടുന്ന വലിയ ലാഭത്തിൻ്റെ ഒരു അംശം അവിടെ ഇവിടെ വിതരണം ചെയ്യണം, കാരണം സംരക്ഷണത്തിന് അത് ആവശ്യമാണ് എന്നതുകൊണ്ട്. അത് ചിലപ്പോൾ രാഷ്ട്രീയക്കാരായിരിക്കും, അല്ലെങ്കിൽ പോലീസിലുള്ളവരായിരിക്കും. ഏതായാലും അതിൻ്റെ ഒരു അംശം പറ്റിയ അനേകം പേരുണ്ട് എന്നാണ് നാട്ടിലെ കിംവദന്തി. അപ്പോൾ ഇതായിരുന്നു വീരപ്പൻ്റെ ഗാഥ, വീരപ്പൻ്റെ വീരസാഹസികമായ കഥയുടെ ഉള്ളടക്കം. ഏതാണ്ട് ഇതുപോലെ തന്നെ അല്ലയോ നമ്മുടെ ഇടയിൽ ഈ സുവിശേഷവും പേറിക്കൊണ്ട് നടക്കുന്ന ഈ സുവിശേഷ തൊഴിലാളികൾ? അവർക്ക് സുവിശേഷം എന്താണെന്നോ, അതിൻ്റെ മേന്മ എന്താണെന്നോ, അതിൻ്റെ ആത്മീയതയുടെ മണം എന്താണെന്നോ, ഗുണം എന്താണെന്നോ, അതിൻ്റെ അച്ചടക്കം എന്താണെന്നോ യാതൊരു ബോധവുമില്ല, കരുതലുമില്ല, അതറിയാൻ അവർക്ക് താല്പര്യവുമില്ല. ഇത് എത്രമാത്രം സമർത്ഥമായി മാർക്കറ്റ് ചെയ്യാം. വീരപ്പൻ ചന്ദനത്തടി മാർക്കറ്റ് ചെയ്തതുപോലെ ഈ സുവിശേഷമാകുന്ന ചന്ദനത്തടി ഏറ്റവും സാമർഥ്യത്തോടെ വിൽക്കുവാനും അതിൻ്റെ അമിത ലാഭം കൈപ്പറ്റുവാനും വൈദഗ്ധ്യം പ്രാപിച്ച മതവീരപ്പന്മാരാണ് നമ്മുടെ ഇടയിൽ വലിയ യേശുവിൻ്റെ അടുത്ത ദലാളുകളായി ഇങ്ങനെ വിലസുന്നത് എന്ന് ക്രിസ്ത്യാനികൾക്കൊരു പക്ഷേ ബോധ്യമായിട്ടുണ്ടാകുകയില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു സാധ്യത നിങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തുന്നത്. ഉചിതമാകും, അത് ചിലർക്കെങ്കിലും പ്രയോജനപ്പെടും എന്ന് എൻ്റെ മനസ്സ് എൻ്റെ ഉള്ളിൽ മന്ത്രിക്കുവാൻ ഇടയായത്. നിങ്ങൾ ബഹുഭൂരിപക്ഷം ആളുകളും ക്രിസ്ത്യാനികൾ കുറഞ്ഞ പക്ഷം സുവിശേഷങ്ങളുമായി ബന്ധമുള്ളവരാണ്, അതിൻ്റെ ചില കാര്യങ്ങളൊക്കെ അറിയുന്നവരാണ്. നിങ്ങൾ യേശുവിൻ്റെ പഠിപ്പീരിൻ്റെ ഏതെങ്കിലും ഒരു അംശം ശരിക്കൊന്ന് വായിച്ച് ധ്യാനിച്ച് അതിൻ്റെ ആത്മീയമായ പൊരുൾ മനസ്സിലാക്കിയ ശേഷം ഇങ്ങനെ യേശുവിൻ്റെ പേരിൽ വലിയ വലിയ സ്റ്റേജ് കെട്ടി മൈക്കുമൊക്കെ വെച്ച് പിന്നെ ഈ നിയോൺ ലൈറ്റും അങ്ങനെയുള്ള പുകയും ചീറ്റുകയും ഒക്കെ ചെയ്തിങ്ങനെ മറുഭാഷയൊക്കെ പറഞ്ഞ് തള്ളിമറിക്കുന്ന ആളുകളോട് ഇതിൻ്റെ അർത്ഥം എന്താണ്, ഇത് യഥാർത്ഥത്തിൽ എങ്ങനെയാണ് ജീവിതത്തിൽ പ്രയോഗിക്കപ്പെടേണ്ടതെന്ന് ചോദിച്ചാൽ ഞാൻ ഈ പറയുന്ന സത്യമാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാകും. അവരെ സംബന്ധിച്ചിടത്തോളം യേശുവിൻ്റെ സുവിശേഷം ചന്ദനത്തടി മാത്രമാണ് എന്നത് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. ഇനിയും എൻ്റെ വേറൊരു വശം കൂടെ പറഞ്ഞ് ഞാൻ ചിന്തകൾ അവസാനിപ്പിക്കട്ടെ. നിങ്ങൾ ഒരു കഴുതയെ വാങ്ങിക്കണമെന്നില്ല, കഴുതയെ വാടകയ്ക്ക് എടുത്താലും മതി. അത് കഴുതയെ വാങ്ങിക്കാൻ പ്രയാസമാണ്, അതിനെ പോറ്റാൻ നടക്കണം, അത് എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. അതുകൊണ്ട് നിങ്ങളൊരു കഴുതയെ വാടകയ്ക്ക് എടുത്തിട്ട് അതിൻ്റെ പുറത്ത് ഒരു 50 കിലോ ചന്ദനം വെച്ച് കൊടുത്തിട്ട് നടക്കാൻ പറഞ്ഞാൽ കഴുത നടക്കും. തൻ്റെ പുറത്തിരിക്കുന്ന ഈ വലിയ മേന്മയേറിയ ചന്ദനം, അതിൻ്റെ ലോഡ് എന്താണെന്നോ, ചന്ദനത്തിൻ്റെ ഗുണം എന്താണെന്നോ, അതെങ്ങനെ പ്രയോജനപ്പെടുത്തണമെന്നോ, അതിൻ്റെ മാർക്കറ്റ് വാല്യൂ എന്താണെന്നോ, അതിനെ ആരാധനയ്ക്ക് എങ്ങനെയാണ് ഉപയോഗിക്കുന്നതെന്നോ, ഇതൊന്നും കഴുതയ്ക്ക് ബാധകമല്ല. കഴുതയെ സംബന്ധിച്ചിടത്തോളം ഇത് മറ്റൊരു ലോഡാണ്. ആ 50 കിലോ ചന്ദനം വെക്കുന്നിടത്ത് 50 കിലോ ചാണകം വെച്ചാലും കഴുത പണ്ട് നടക്കുന്നത് പോലെ അതും കൊണ്ട് നടക്കും. ഈ ചാണകവും ചന്ദനവും തമ്മിലുള്ള വ്യത്യാസം കഴുതയ്ക്ക് അറിഞ്ഞുകൂടാ. സുഹൃത്തുക്കളെ, ഞാൻ 2 കൈയും കൂപ്പി നിങ്ങളോട് ചോദിക്കുന്നത്, നമ്മുടെ ഇടയിൽ
സുവിശേഷത്തെ എപ്രകാരമല്ലയോ കൈകാര്യം ചെയ്യുന്നത്? നാം കൈകാര്യം ചെയ്യുന്നത് ചന്ദനമാണോ ചാണകമാണോ എന്നറിയാൻ വയ്യാത്ത കഴുതകളെപ്പോലെയല്ലേ നാം ഈ ഒരു മേഖലയിൽ നിൽക്കുന്നത്. അതുകൊണ്ടല്ല ഇപ്പോൾ കേരളത്തിൽ ഒരുപക്ഷെ ഏറ്റവും ജനപ്രീതി ആർജിച്ച ഒരു ഭാഷാ പ്രയോഗമാണ് മൊണ്ണവിശ്വാസി എന്നുള്ളത്. ആ പ്രയോഗം നിർമ്മിച്ചെടുത്തത്, ആ പ്രയോഗത്തെ പ്രസവിച്ചത് I2I സ്ഥാപകനായ സുനിൽ മാത്യു ആണ്. അദ്ദേഹത്തിൻ്റെ ഈ പദപ്രയോഗത്തെ ഞാൻ വളരെയധികം, അതിൻ്റെ പ്രസക്തിയെ ഞാൻ വളരെയധികം ആസ്വദിക്കുന്നൊരു വ്യക്തിയാണ്. ഒരു കാലത്ത് ഞാൻ സുനിൽ മാത്യുവുമായി സഹകരിച്ച് ചില വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം കേരളത്തിൽ ഇപ്രകാരമുള്ളൊരു ചാനലിൻ്റെ അഭാവം വളരെ ഉണ്ടായിരുന്നു. കേരളത്തിലെ ക്രിസ്ത്യാനികളുടെ ഗതികേട് എന്താണെന്ന് ചോദിച്ചാൽ, അവർക്ക് അവരുടെ ആശയമോ അവരുടെ അങ്കലാപ്പോ അവരുടെ പരിഭവമോ അവർ കടിച്ചു പിടിച്ച് കൊണ്ടു നടക്കുന്ന വേദനകളോ അവർ സഹിക്കുന്ന അനീതിയുടെ മുള്ളുകൾ അവരുടെ ആത്മാവിൽ ആഞ്ഞു തറയ്ക്കുമ്പോൾ എനിക്കിങ്ങനൊരു പ്രശ്നമുണ്ട് എന്ന് ഏതെങ്കിലും ഒരു തോളിൽ ചാരി പറയാൻ കേരളത്തിൽ മറ്റൊരു ഉപാധിയുമില്ലായിരുന്നു. ആ ഒരു വലിയ ശൂന്യതയിലാണ് I2I എന്ന് പറയുന്ന ചാനൽ ഉടലെടുത്തത്. അത് വളർത്തുന്നതിൽ ഒരു ചെറിയ പങ്ക് വഹിക്കാൻ കഴിഞ്ഞ കാലങ്ങളിൽ ഇടയായതിൽ ഞാൻ വളരെയധികം സന്തോഷിക്കുന്നു. എനിക്കിപ്പോൾ I2I ചാനലുമായി യാതൊരു ബന്ധവുമില്ല. എന്നാൽ അതേസമയം തന്നെ ആ ചാനലിൻ്റെ പ്രസക്തിയെ ഇപ്പോഴും പഴയ തോതിൽ തന്നെ ബഹുമാനിക്കുകയും വിലമതിക്കുകയും ചെയ്യുന്ന വ്യക്തിയാണ് ഞാൻ എന്നീ സമയത്ത് പ്രത്യേകമായി പറയുന്നു. കാരണം ഞാൻ പറയാൻ കാര്യം മറ്റൊന്നുമല്ല, പലരും ഞാൻ പണ്ട് I2I സഹകരിച്ചു, അതുകൊണ്ട് എനിക്ക് ഏതാണ്ട് സ്ഥാപിത താല്പര്യമുണ്ടായിരുന്നു എന്ന വിധത്തിൽ ഇപ്പോഴും പറയുന്നവരുണ്ട്. അവർക്ക് അവരുടെ തെറ്റിദ്ധാരണ തിരുത്തുവാനൊരവസരം കൊടുക്കുക എൻ്റെ കടമയായതുകൊണ്ട് ഞാൻ പറയുന്നു. സത്യം സത്യമായും ഞാൻ വളരെ ആത്മാർത്ഥമായി I2I ചാനലിനോട് സഹകരിച്ചതാണ്. അങ്ങനെ സഹകരിക്കാൻ സാധിച്ചതിൽ ഞാൻ സന്തോഷിക്കുന്നു. എന്നാൽ ഏതാണ്ട് 1.5 വർഷങ്ങൾക്ക് മുൻപ് എൻ്റെ സേവനം I2I ചാനലിന് ഇനിമേലാൽ ആവശ്യമില്ല, കാരണം അത് വേണ്ടതുപോലെ വളർന്നു കഴിഞ്ഞു എന്നത് വ്യക്തമായതിനു ശേഷം മാത്രമാണ് എൻ്റെ ആശയങ്ങൾ അതിൻ്റെ പൂർണ്ണ സ്വാതന്ത്ര്യത്തിൽ അവതരിപ്പിക്കാൻ എൻ്റേതായ ഒരു ചാനൽ പോലെ ഒരു ഉപകരണം ഉണ്ടാകണമെന്ന് തീരുമാനിക്കുകയും അപ്രകാരം ഈ മേഖലയിൽ യാതൊരു വിവരവുമില്ലാഞ്ഞ ഒരു വ്യക്തി എന്ന നിലയിൽ ഞാൻ ഈ ഒരു സംരംഭം പിഞ്ച് കാല് വെച്ച് കുഞ്ഞുങ്ങൾ നടക്കുന്നത് പോലെ മേഖലയിൽ നിന്ന് നടന്നു കയറിയതെന്നും കൂടെ പറയട്ടെ. പലരും എന്നോട് അക്കാലത്തും പറഞ്ഞുകൊണ്ട് നടന്നത് ഈ സുനിൽ മാത്യു പറയുന്നതൊക്കെ ശരിയാണ്, പക്ഷേ അതിൻ്റെ ഭാഷ അത്ര നല്ലതല്ല, സഭ്യമായ ഭാഷയിലല്ല അദ്ദേഹം. അതുകൊണ്ട് അയാളോട് സഹകരിക്കുക. അന്നും ഞാൻ പറഞ്ഞ കാര്യം, അസഭ്യമായ കാര്യങ്ങൾ ചെയ്യുന്നതിനെ പരാമർശിക്കുന്നതിന് എങ്ങനെയാണ് സഭ്യമായ ഭാഷ ഉപയോഗിക്കുന്നത്? നമ്മുടെ ഇതിലുള്ള പ്രത്യേകത, ചില കസേരയിലിരിക്കുന്ന ആളുകൾക്ക് അസഭ്യം നന്നേ പ്രവർത്തിക്കാം, പക്ഷേ അതങ്ങനെയാണ്, അങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞാൽ അത് വലിയ തെറ്റാണ്, അതിന് മാപ്പില്ല. ഈ ഒരു ഇരട്ടത്താപ്പ് അവസാനിക്കേണ്ട കാലം ഞാനൊരു സാന്ദർഭികമായെന്ന് സൂചിപ്പിച്ചു എന്ന് മാത്രം. ഞാൻ പറഞ്ഞു വന്നത്, ഒരു കഴുതയുടെ പുറത്ത് ചന്ദനത്തിൻ്റെ ഒരു ചാക്ക് നിറച്ച് ചന്ദനം വെച്ചാൽ അതിൻ്റെ വില എന്താണെന്ന് കഴുത അറിയുന്ന തോതിൽ മാത്രമേ നമ്മുടെ മുതുകത്തിരിക്കുന്ന ഈ സുവിശേഷം എന്ന ചന്ദനച്ചാക്കിൻ്റെ മണമോ ഗുണമോ നാം അറിയുന്നുള്ളൂ. ആ അവസ്ഥയെ സൂചിപ്പിച്ചുകൊണ്ടാണ് മൊണ്ണവിശ്വാസികൾ എന്ന പദം കേരളത്തിൽ ഈ കാലഘട്ടത്തിൻ്റെ ആവശ്യമെന്ന നിലയിൽ പിറന്നു വീണത്. ആ പരാമർശം കൊണ്ട് ഞാൻ അല്പം ഒന്ന് ഡയഗ്രസ് ചെയ്തു എന്ന് മാത്രം. അപ്പോൾ ഇത് വളരെ ചിന്തിപ്പിക്കുകയും നമ്മെ യഥാർത്ഥത്തിൽ വേദനിപ്പിക്കുകയും ചെയ്യേണ്ട ഒരു യാഥാർത്ഥ്യമാണ്. നമ്മുടെ ഇപ്രകാരമുള്ള അവസ്ഥ കൊണ്ടാണ് നമ്മുടെ ഇടയിൽ സുവിശേഷ സാൻഡൽവുഡ് വീരപ്പന്മാർ നന്നേ വിളയാടുന്നത്. അവരുടെ കുൽസിത പ്രവർത്തനങ്ങളുടെ തനി സ്വഭാവം തിരിച്ചറിയുവാൻ കഴിയാതെ വണ്ണം വിശ്വാസികളെന്ന് പറയുന്ന ആളുകൾ അവരെ ആടുകളെന്നും മാടുകളെന്നും ഒക്കെയാണ് പറയുന്നത്. പുരോഹിതന്മാരുടെ ഭാഷയിൽ പറഞ്ഞാൽ ഇതെല്ലാം എൻ്റെ ആടുകളാണ്. ആടുകളെന്ന് അവർ പറഞ്ഞാൽ മാടുകളെന്നും അർത്ഥമുണ്ട്. അവർക്ക് മാത്രം കറക്കുവാൻ അവകാശമുള്ള, അവരുടെ സംരക്ഷണത്തിൽ നിൽക്കുന്ന ചില ജീവികൾ
ചിന്തിക്കുവാനോ സ്വന്തമായി എന്തെങ്കിലും മനസ്സിലാക്കുവാനോ അവകാശം നിഷേധിക്കപ്പെട്ടവരായി, മനുഷ്യൻ്റെ മൗലിക അവകാശങ്ങൾക്ക് യോഗ്യതയില്ലാത്തവരായി കഴിയാൻ വിധിക്കപ്പെട്ട ഹതഭാഗ്യരായ ഒരു കൂട്ടം ആളുകൾ. അവർ പുരോഹിതരുടെ ആടുകളാണ്. അവരെ ഇപ്രകാരം ഈ ഫീസ്റ്റ് തങ്കപ്പന്മാർ നന്നേ മുതലെടുക്കുന്നതിൽ എനിക്ക് യാതൊരു അത്ഭുതമില്ല. കാരണം ഈ പുരോഹിത വർഗത്തിൻ്റെ ആടും മാടുമായി പരിശീലിപ്പിക്കപ്പെട്ടു വന്ന ജനത്തിന് അവരുടെ മൂള വേണ്ടതുപോലെ വികസിപ്പിക്കാൻ യാതൊരു സാധ്യതയുമില്ലാതിരുന്നത് കൊണ്ട് എന്ത് കണ്ടാലും, ഇപ്പം ചാണകം കണ്ടാലും ചന്ദനമാണെന്ന് വിശ്വസിക്കുന്ന അവസ്ഥ, ചാക്ക് കണ്ടാലും ചന്ദനമാണ്, പിന്നെ എന്ത് കണ്ടാലും ചന്ദനമാണ് എന്ന് മാത്രം മനസ്സിലാക്കാൻ വളർച്ച പ്രാപിച്ചിട്ടുള്ള, വളർച്ച എത്രമാത്രമാണെന്ന് ഞാൻ സൂചിപ്പിക്കുന്നില്ല, അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഇപ്രകാരമുള്ള കുറുക്കന്മാർ നന്നേ വിളയാടും. അവരുടെ ലക്ഷ്യപ്രാപ്തി വളരെ അനായാസം അവർ നേടിയെടുക്കും. അതുകൊണ്ട് അവരുടെ പള്ളു വീർക്കുകയും ബാക്കിയുള്ള പാവപ്പെട്ട വിശ്വാസികളുടെ ഉള്ള കാശും കൂടെ പോവുകയും ചെയ്യും. ഇത് മാത്രമാണ് നാം ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇങ്ങനെയുള്ള സുവിശേഷ സാൻഡൽവുഡ് വീരപ്പന്മാരെ വളരെ സാമർഥ്യത്തോടെ സംരക്ഷിക്കുകയും ന്യായീകരിക്കുകയും വെള്ളപൂശുകയും ചെയ്യാനായിട്ട് താറുടത്ത് ഇറങ്ങിയിരിക്കുന്ന അനേക ക്രിസ്ത്യാനികളുണ്ട്. അവർ സാൻഡൽവുഡ് സ്മഗ്ലിങ്ങിൻ്റെ ഭാഗം പറ്റുന്നവരാണെന്ന് നമുക്കറിയാം. ഏതായാലും ഇത് നമ്മുടെ അവസ്ഥയെ ഒന്ന് തിരിച്ചറിയുവാൻ നമ്മെ സഹായിക്കുന്ന ഒരു തുലനമാണ്, ഒരു കമ്പാരിസനാണ് എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ദയവായി മനസ്സിലാക്കുക. ഞാൻ ഒരിക്കൽ കൂടെ ആവർത്തിക്കട്ടെ, ഒരു കഴുതയുടെ പുറത്ത് വെച്ചിരിക്കുന്ന ചന്ദനച്ചാക്ക് അതുപോലെ ആകരുത് നമ്മെ സംബന്ധിച്ചിടത്തോളം സുവിശേഷം. ഇതിൻ്റെ ഉള്ളിൽ എന്താണ് എന്നുകൂടെ ഒന്ന് മനസ്സിലാക്കി. ഈ സമയത്ത് എൻ്റെ മനസ്സിൽ കടന്നു വരുന്ന ഒരു ചെറിയ കഥ കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാൻ പോവുകയാണ്. ഒരിക്കൽ ഒരു മനുഷ്യൻ വഴിയരികിൽ ഒരു പെട്ടി, മരപ്പെട്ടി, മരം കൊണ്ടുണ്ടാക്കിയ പെട്ടി, വുഡൻ ബോക്സ്, അതിൻ്റെ മേലിരുന്ന് ഭിക്ഷ യാചിക്കുകയാണ്. അവൻ അവിടെ ഇരുന്ന് ഭിക്ഷ യാചിക്കാമെന്ന് വിടുന്ന ആളേറെയായി. അപ്പോൾ വഴിയരികിലാണ്. ആരെങ്കിലും അതിൽ പോകുമ്പോൾ അമ്മ ധർമ്മം തരണേ, സാറേ ധർമ്മം തരണേ. ചിലർ കൊടുക്കും, ചിലർ കൊടുക്കത്തില്ല. അവന് ഓരോ ദിവസം കഴിയാനുള്ളത് കിട്ടിക്കൊണ്ടിരുന്നു. ഒരു ദിവസം അവൻ അങ്ങനെ ഇരുന്നപ്പോൾ ഒരു മനുഷ്യൻ അതിലെ കടന്നുപോയി. അപ്പം അവൻ്റെ താരിപ്പനുസരിച്ച് അവൻ പറഞ്ഞു, അമ്മ ധർമ്മം തരണേ, ധർമ്മം തരണേ, ദൈവത്തെ ഓർത്ത് ധർമ്മം തരണേ, വിശക്കുന്നു, പട്ടിണി കൊണ്ട് മരിക്കാറായി, ധർമ്മം തരണേ എന്ന് പറഞ്ഞപ്പോൾ ഈ മനുഷ്യൻ അവിടെ നിന്നു. വളരെ ഗാംഭീര്യത്തോടെ അവനെ നോക്കി. അവൻ പറഞ്ഞു, എഴുന്നേക്കട എന്ന് പറഞ്ഞു. എഴുന്നേക്കട. അവൻ എഴുന്നേറ്റു. പേടിച്ച് കുറച്ച് അവൻ എഴുന്നേറ്റു. നീ ഇരിക്കുന്നത് എവിടെയാണ് എന്ന് ചോദിച്ചു. അപ്പോൾ ഞാനൊരു മരപ്പെട്ടിയിലാണ് ഇരിക്കുന്നത്. നീ പെട്ടി തുറന്നു നോക്കിയിട്ടുണ്ടോ? അവൻ പറഞ്ഞില്ല. തുറക്കട. അവൻ തുറന്നു നോക്കിയപ്പോൾ അത് നിറച്ച് സ്വർണവും വിലയേറിയ കല്ലുകളുമായിരുന്നു, വൈഡൂര്യങ്ങളായിരുന്നു. എന്നൊരു കഥയുണ്ട്. അങ്ങനെ വലിയ വലിയ സമ്പത്തിൻ്റെ പുറത്തിരുന്ന് ഭിക്ഷയാചിക്കുന്ന അവസ്ഥയാണ് ക്രിസ്ത്യാനിയുടേത് എന്നത് ചിന്തിക്കേണ്ട ഒരു വിഷയം തന്നെയാണ്. അങ്ങനെ ഈ സ്വർണവും വിലയേറിയ രത്നങ്ങളും അടക്കിയിരിക്കുന്ന ഉൾക്കൊള്ളുന്ന മര പെട്ടിയുടെ മുകളിലിരുന്ന് തെണ്ടുന്ന മൊണ്ണവിശ്വാസികളെ വേണ്ടതുപോലെ മുതലെടുക്കുവാൻ സാൻഡൽവുഡ് വീരപ്പന്മാർ നമ്മുടെ ഇടയിൽ ഊടാടി നടക്കുന്നു. അവർ വിജയിക്കുന്നു. ശാസ്ത്രം ജയിച്ചു, മനുഷ്യൻ തോറ്റു എന്ന് പറഞ്ഞ നാടകമുണ്ട്. എന്ന് പറഞ്ഞതുപോലെ ഈ ഫീസ്റ്റ് തങ്കപ്പന്മാർ ജയിച്ചു, വിശ്വാസി തോറ്റു. തോറ്റത് മാത്രമല്ല, വിശ്വാസിയുടെ വേരളിയിപ്പോയി. ഇതാണ് നമ്മളുടെ സ്ഥിതി എന്ന ശോചനീയമായ അവസ്ഥ. എന്നാൽ ഇതിൽ നിന്ന് വിടുതൽ പ്രാപിപ്പാൻ യാതൊരു പ്രയാസവുമില്ല. ഈ ശാപത്തെ ഒരു നിമിഷം കൊണ്ട് നിർമ്മാർജ്ജനം ചെയ്യാൻ സാധിക്കുന്നതാണ്. അല്പം ഒരു വെളിച്ചം മനുഷ്യൻ്റെ തലച്ചോറിൽ കയറിയാൽ ഇതിന് വലിയ മാറ്റമുണ്ടാകും, ഒരു വിടുതലുണ്ടാകും. ഈ കുറുക്കന്മാർ ഓടി അവരുടേതായ കാട്ടിലേക്ക് പോകും. പിന്നെ ബാക്കിയുള്ള ജനങ്ങൾക്ക് സമാധാനമായിട്ട് ജീവിക്കാൻ കഴിയുമെന്നതാണ് എൻ്റെ വിശ്വാസം. അതുകൊണ്ട് അങ്ങനെയുള്ള ഒരു വിടുതലിൻ്റെ അവസ്ഥ വരുന്നതിന് വേണ്ടിയുള്ള ലളിതമായ ഒരു സേവനമാണ്, അല്ലെങ്കിൽ ഒരു യജ്ഞമാണ് ഞാൻ നടത്തുന്നത് എന്ന ദർശനത്തിലാണ്
ഇപ്രകാരമുള്ള ചിന്ത നിങ്ങളുമായി പങ്കിടുവാൻ ഞാൻ താല്പര്യപ്പെടുന്നത്. ഇതിൽ ശ്രദ്ധയോടെ താല്പര്യത്തോടെ പങ്കെടുക്കുന്ന എവരോടുമുള്ള എൻ്റെ ഹൃദയംഗമമായ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു.